പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാക്കോയും മേരിയും എന്ന പരമ്പര പുതിയൊരു ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. സേതുപതിയിൽ നിന്ന് പൈസ വാങ്ങുന്ന മേരി താൻ ഉടൻ തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാം എന്നുള്ള വാഗ്ദാനം നൽകുകയും എന്തൊക്കെ സംഭവിച്ചാലും താൻ വരും എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം കാണുന്നത് മേരിയുടെ അപ്പനെ ഞെട്ടിച്ചു കളയുന്നു. എന്നാൽ അതൊന്നും കാര്യമാകാത്ത മേരി പുതിയ വീടിന് അഡ്വാൻസ് നൽകുകയും അപ്പനെ വന്നു കണ്ട് പുതിയ വീട്ടിലേക്ക് മാറാമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ തന്നെ ധിക്കരിച്ചുകൊണ്ടുള്ള മേരിയുടെ തീരുമാനം മേരിയുടെ അപ്പനെ വിഷമിപ്പിച്ചതിനെ തുടർന്ന് അപ്പൻ പിണങ്ങി മാറി നിൽക്കുന്നു. പക്ഷെ ഇതൊന്നും കാര്യമാക്കാൻ മേരി തയ്യാറാകാതെ സേതുപതി പറഞ്ഞതുപോലെ ജോലിക്ക് ചെല്ലുകയും ചാക്കോയുമായി ജോലി തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം ജെനി ജോബിയെ ചെന്ന് കാണുകയും ജോബിയോട് എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ജോബി ഇനിയും തനിക്ക് കാത്തിരിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ടിമ്മിയെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രം തന്റെ കയ്യിലുണ്ടായിട്ടും അത് പ്രയോഗിക്കാൻ സാധിക്കാതെ ഇനിയും മുന്നോട്ട് പോകാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുന്ന ജോബി താൻ സാന്ദ്രയ്ക്ക് തന്റെ മൊഴി നൽകാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ജോബി ഇപ്പോൾ കാണിക്കുന്നത് മണ്ടത്തരമാണ് എന്ന് പറയുന്ന ജിനി മൊഴി നൽകുകയാണ് എങ്കിൽ കേസ് സേവ്യറിന് നേരെ വരുമെന്നും പക്ഷേ അതോടെ തന്റെ കൂടി കള്ളത്തരം പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ജോബി കാത്തിരുന്നേ മതിയാകൂ എന്നും തന്റെ പദ്ധതികൾ താൻ നടപ്പിലാക്കുകയാണ് എന്നും അത് നടപ്പിലാവുകയാണ് എങ്കിൽ സേവ്യർ അല്ലെങ്കിൽ സണ്ണി മരിക്കുമെന്നും ഒരാൾ ജയിലിലേക്ക് പോകുമെന്നും വ്യക്തമാക്കുകയും അതോടെ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാകുമെന്നും വ്യക്തമാക്കുന്നു. ഇതേ തുടർന്ന് ജിനി പറയുന്നത് പോലെ അനുസരിക്കാൻ ജോബി തയ്യാറാകുന്നു. എന്നാൽ ഇതേ സമയം സേവ്യറിനെ ചെന്ന് കാണുന്ന ബേബി തന്റെ പുതിയ തന്ത്രങ്ങൾ പറയുകയും സ്വത്തുക്കളിൽ സണ്ണി അവകാശം ഉന്നയിക്കും മുമ്പ് തന്നെ മറ്റൊരു ബിസിനസ് സ്വന്തമായി തുടങ്ങണമെന്നും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെന്നും അത് ജിനിയുടെ കൂടെ പാർട്ണർഷിപ്പിൽ തന്നെ തുടരണമെന്നും അതുകൊണ്ട് തന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണ് എങ്കിൽ ജിനിയുടെ കാശ് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയ ബിസിനസ്സാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ സാധിക്കുമെന്ന് പറയുകയും ചെയ്യുന്നു. കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യാം എന്നുള്ള കാര്യം സേവ്യർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനിടയിലേക്ക് കയറി വരുന്ന സണ്ണി എന്ത് തീരുമാനമാണ് തന്റെ വിവാഹത്തിന്റെ കാര്യത്തിൽ സേവ്യർ എടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് സേവ്യർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ഉരുണ്ട് കളിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ സേവ്യർ കാണിക്കുന്നത് നട്ടലില്ലാത്ത ആണുങ്ങളുടെ പ്രവൃത്തിയാണ് എന്നും ഭാര്യയുടെ വാക്കുകൾ വിശ്വസിച്ച് ജീവിക്കുന്നത് നല്ലതല്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് സണ്ണിയും സേവ്യറും തമ്മിൽ ഏറ്റുമുട്ടുന്നു. എന്നാൽ ഈ ശബ്ദമെല്ലാം കേട്ടുകൊണ്ട് വീട്ടിലെ വേലക്കാരി അവിടേക്ക് വരികയും തമ്മിൽ തല്ലുന്നതിൽ നിന്ന് ഇരുവരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം നീലാംബരി സാന്ദ്രയുടെ വീട്ടിൽ എത്തിയതിനെ തുടർന്ന് നീലാംബരി പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ തയ്യാറാകുന്ന സാന്ദ്ര നാളെ CI കേസിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ തന്റെ അടുത്തേക്ക് വരുമെന്നും അതിനുശേഷം DNA ടെസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം എന്ന വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. Do like, share and subscribe.